വെൽക്കം ടു ദ ചാനൽ. എന്റെ പേര് എബിൻ. കഴിഞ്ഞ ദിവസം നമ്മളാണെങ്കിൽ AI ടൂൾസ് വൈറ്റ് കോഡിങ്ങിനെ പറ്റി കുറച്ച് സംസാരിച്ചായിരുന്നു. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ലവബിൾ. ഇനി നമ്മളൊരു ലവബിൾ ട്യൂട്ടോറിയൽ ആണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് ലവബിൾ പോയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം. സോ ലെറ്റ്സ് ഗോ ടു ദ കമ്പ്യൂട്ടർ. ഓക്കെ, അഗെയിൻ ഇതാണ് ലവബിളിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ദിവസം എല്ലാം ഫ്രീ ആയിട്ട് ക്രെഡിറ്റ് ഒന്നും കൺസ്യൂം ആവില്ല. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് മോഡൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ലവബിൾ ഈ ഒരു ഓപ്ഷൻ പെയ്ഡ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് യൂസ് ചെയ്യും, ബാക്കിയുള്ളതാണെങ്കിൽ ക്രെഡിറ്റ് യൂസ് ചെയ്യില്ല. ബട്ട് ഫണ്ണി തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ഓപ്ഷനിൽ ക്ലോഡ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലോഡ് എന്ന് പറയുന്നത് ആന്ത്രോപിക്കിന്റെ മോഡലാണ്. പിന്നീട് ഓപ്പൺ ആയി ഗൂഗിളിന്റെ മോഡല് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. സോ ഞാൻ ആന്ത്രോപിക് തന്നെ ഇടുകയാണ്. ആന്ത്രോപിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ there is no difference between the paid one and today's one. ഇന്ന് ലീഡർ ബോർഡ് ഇതെടുക്കാൻ കമ്പാരിസണിന് വേണ്ടി മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ജേർണൽ ആക്കി തന്നെ തുടങ്ങിയാലോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ? എന്തായാലും ഇത് ലൈവ് അല്ല, സോ ഞാൻ തന്നെ ഐഡിയ പറഞ്ഞേക്കാം. ക്രിയേറ്റ് എ വെബ് ആപ്പ് ഫോർ ജേർണലിംഗ്. ഇറ്റ് ഷുഡ് ഹാവ് എ കലണ്ടർ വ്യൂ and I should be able to log daily journal into the app, and it is also a productivity app. Some feature related to that is required, and then this app should ask some kind of journal prompt like how the day went, what are the good things, what went good, what went wrong, or what you want to change in your life for today. And I should be able to save it in the backend and able to review in a later stage. I don't know എത്രത്തോളം അതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഓക്കെ കൊടുത്തിട്ടുണ്ട്, എന്താ വരുന്നത് നോക്കാം. ഇതാണ് ലവബിളിന്റെ ഇന്റർഫേസ്. നമുക്ക് എന്തായാലും നോക്കാം. ക്രിയേറ്റ് ജേർണൽ ആപ്പ് വേർ ഐ ഷുഡ് ബി ഏബിൾ ടു ലോഗ് ദി ഡെയിലി ജേർണൽ. സെയിം തിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അവർ കോഡ് എഴുതി തുടങ്ങിയിട്ടുണ്ട്. മേ ബി നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കോഡ് കാണാൻ പറ്റും എന്താണ് എഴുതുന്നതിന്. സോ ഇത്രത്തോളം കോഡ് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ലെറ്റ്സ് സീ ഹൗ ദേ വിൽ മേക്ക് ഇറ്റ്. സോ മീൻ വൈല് ഞാൻ അതിന്റെ ഇന്റർഫേസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. താഴെ ഈ ചാറ്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ചാറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ഇവിടെ കണ്ടോ, ചാറ്റ് വിത്ത് മേക്കിംഗ് എഡിറ്റ്സ് ഇൻ ദ പ്രോജക്ട്. സോ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോജക്റ്റിൽ എഡിറ്റ് ചെയ്യാതെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരും എന്താണെന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് കോഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം, നെക്സ്റ്റ് പ്ലാൻ ചെയ്യണം, അങ്ങനെയുള്ള സമയത്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എഡിറ്റ് എന്ന് പറയുന്ന ഫീച്ചർ എന്ന് പറയുന്നത് റിവ്യൂ കാണുമ്പം അവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഭവങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും നമ്മൾ കോഡ് ചോദിച്ചിട്ടുണ്ട്. ഗോയിങ് ഫോർവേഡ് നമുക്ക് ഈ ചെറിയ ചെറിയ ഫീച്ചറുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ, ടോപ്പ് റൈറ്റ് കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ബട്ടൺസ് കാണാം. ഇത് ഗിറ്റ് ഹബ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഗിറ്റ് ഹബ് എന്ന് പറയുന്നത് ഒരു വേർഷൻ കൺട്രോൾ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ അല്ല, ഒരു ക്ലൗഡ് സൊല്യൂഷൻ ആണ്, ഓൺഡ് ബൈ മൈക്രോസോഫ്റ്റ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഡുകളൊക്കെ അവിടെ സൂക്ഷിച്ചു വെക്കാം. ആ കോഡുകൾ ഓരോ ചേഞ്ച് വരുമ്പം അതിനനുസരിച്ചുള്ള ചേഞ്ച് ഒക്കെ അതിനകത്ത് റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതൊരു സമയത്തും തിരിച്ചു വരാനും മുമ്പോട്ട് പോകാനും പറ്റും. ഈ ഒരു കോഡ് ബേസ് ഉപയോഗിച്ച് നമുക്ക് ഡിപ്ലോയ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ലോകത്തിലെ നല്ലൊരു ഭാഗം ആൾക്കാരും കോഡ് സേവ് ചെയ്യുന്ന ഒരു സർവീസ് ആണ്, കോഡ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് സുപ്പർബേസ് എന്നതിന്റെ ഒരു ഐക്കൺ ആണ്. സുപ്പർബേസ് എന്ന് പറയുന്നത് ബാക്ക് എൻഡ് ആണ്. ബാക്ക് എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് സോ ഇവിടെ പ്രിവ്യൂ വന്നിട്ടുണ്ട്. സോ അതിന് മുമ്പ് തൊട്ട് മുമ്പ് ഞാൻ ഒന്നുകൂടെ ബാക്ക് എൻഡ് ആൻഡ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്ന ഡെയിലി ജേർണൽ, ഈ കാണുന്ന ആ വ്യൂ സെറ്റപ്പുകളെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അതായത് UI UX എന്ന് പറയും, യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ്. ഈ കാണുന്ന UI UX എന്നാണ് ജനറലി പറയുന്നത്. സോ യൂസർ ഇന്റർഫേസ് എന്ന് വിചാരിച്ചാൽ മതി. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് വരണം, അത് വരണം, ബട്ടൺസ് എവിടെയാണ്, ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ഇതെങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് UI UX പറയുന്നത്. അതിനുശേഷം നമ്മളിവിടെ വരുന്നത്, ഇപ്പൊ ഞാൻ ജേർണൽ ഇതിനകത്ത് എൻട്രി ചോദിക്കുന്നുണ്ട്. ഒരു ജേർണൽ എൻട്രി ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഡേറ്റ സേവ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ, ആ സ്ഥലത്തിനെയാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ആ സ്ഥലം ഒരു ക്ലൗഡ് സർവീസ് പോലെ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് പോലൊക്കെയുള്ള ഒരു സ്ഥലം. ഇതെന്ന് പറയുന്ന അങ്ങനെ പെർട്ടിക്കുലർ ഒരു തരത്തിലുള്ള ഗൂഗിൾ ഡ്രൈവ് ആണ്. പിന്നെ എഗെയിൻ ഇത് സൂക്ഷിച്ചു വെക്കുന്ന ഡേറ്റ സൂക്ഷിച്ചു വെക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 2 രീതിയിലാവാം. ഒന്ന് SQL-ലാകാം, അതല്ലെങ്കിൽ നോ SQL ടൈപ്പ് അല്ലാതെ. അതായത് SQL എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ പോലെ
ഡേറ്റയെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സെറ്റപ്പാണ്. പരസ്പരം റിലേഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഡേറ്റയാണ് SQL. NoSQL എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഞങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ഫയർബേസ് സ്റ്റുഡിയോ പറയുന്ന സമയത്ത് ഫയർബേസ് ആണെങ്കിൽ ഒരു ബാക്ക് എൻഡ് സൊല്യൂഷൻ നൽകുന്ന ഒരു സർവീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫയർബേസ് ഒക്കെ ഉപയോഗിക്കുന്നത് NoSQL ആണ്. അവര് ഡേറ്റയെ ടേബിൾ ഫോമാറ്റിലല്ല സേവ് ചെയ്യുന്നത്, ഒരു ജേസൺ ഫോമാറ്റിലാണ്. ജേസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അവർ സേവ് ചെയ്ത് വെക്കുന്നത്. അത്ര അറിഞ്ഞാൽ മതി. അതായത് ഒരു ക്ലാസ്സിനകത്ത് പോലെ ഒരു 2 ബ്രാക്കറ്റിനുള്ളിൽ രീതിയിൽ ഒരു ഫോമാറ്റിൽ സേവ് ചെയ്ത് വെക്കുന്നത്. ആ ഫോമാറ്റിലാണ് അവർ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് NoSQL എന്ന് പറയുന്നത്. അത് SQL-ലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സെറ്റപ്പാണ് ഈ സൂപ്പർബേസ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് അതിന്റെ വെബ്സൈറ്റിൽ കയറി പോകാം. ഇതാണ് സൂപ്പർബേസിന്റെ വെബ്സൈറ്റ്. സോ ഈ സൂപ്പർബേസിന്റെ ബിൽഡ് ഇൻ എ വീക്കെൻഡ് സ്കെയിൽ ഇൻ ടു മില്യൺ. അതായത് ഈ പ്ലാറ്റ്ഫോം കുറെ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആക്കി തന്നിട്ടുണ്ട്. ഡേറ്റ സ്റ്റോറേജും അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഒക്കെ വളരെ വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട്. ഈ പോസ്റ്റ്ഗ്രസ് ഡേറ്റാബേസ് ആണിത്, അതായത് SQL ഡേറ്റാബേസ് ആണ്. നമുക്കിവിടെ പ്രോജക്ട് തുടങ്ങി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർബേസ് ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നീട് ഞാൻ പറഞ്ഞ GitHub ഉണ്ടല്ലോ, GitHub എന്ന് പറയുന്നത് ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. നമ്മൾ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ എഴുതിയിട്ടുള്ള കോഡുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് പല വേർഷൻസ് വെച്ചിട്ട് അതിനെ മാനേജ് ചെയ്യാനും അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആഗോള തലത്തിൽ തന്നെ കോഡേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഈ GitHub എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ചില പ്രൈവറ്റ് പ്രോജക്റ്റുകളും എല്ലാ പ്രോജക്റ്റുകളും ഇതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കാറുണ്ട്. വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് പാക്കേജ് ആണ് ഈ GitHub എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ കോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പറഞ്ഞത് ഡെയിലി ജേർണലിംഗ്, റിവ്യൂ ഫംഗ്ഷനാലിറ്റി, ടു ഡു ഇന്റഗ്രേഷൻ, അതുകൂടെ 3 ചേർത്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ഇവിടെ ഉണ്ടാക്കിയത്. ടു ഡു, റിവ്യൂ, ടാസ്ക് ആഡ് ചെയ്യാനുള്ളത്, ഇൻസൈറ്റ്സ് ആൻഡ് അനാലിറ്റിക്സ്. അത് നമ്മൾ സംസാരിച്ചില്ല, ബട്ട് ദേ ആഡഡ് ദാറ്റ് ആൾസോ. വെരി ഗുഡ്. ലെറ്റ്സ് സീ, നമുക്കൊരു എൻട്രി അടിച്ച് നോക്കാം. സോ ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? 1 to 10 സ്കെയിലിൽ നമുക്ക് റേറ്റ് ചെയ്യാം. ആൻഡ് വാട്ട് ആർ യു ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ? What went well today? What could you improve? What are the priorities for tomorrow? Additional thoughts and reflections. Save നമുക്ക് എന്തായാലും എന്തെങ്കിലും എഴുതി നോക്കാം. What is grateful for today? Video shooting. What went well today? Time management. ചുമ്മാ എഴുതുകയാണ്. What challenge I faced? Saying no to some of friends. Just like what could you improve? Managing the cooking, editing. Additional thoughts. It was a great day. സോ ഞാൻ ജേർണൽ സേവ് ചെയ്തു. ഇറ്റ്സ് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. മേ ബി റിവ്യൂല് പോയാൽ കാണാമായിരിക്കും. യെസ്, ഇറ്റ്സ് കാണാം. നമ്മുടെ ഫുൾ എൻട്രി, റീഡ് ഫുൾ എൻട്രി, ഈ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. മൂഡ് 7 to 10 ആണ്. ദിസ് മന്ത് ഓൾ എൻട്രീസ് ഈ രീതിയിൽ കാണാം. ടാസ്ക് ഒന്നും ഇല്ല. എഡിറ്റിംഗ്, ഷൂട്ടിംഗ്. മേ ബി ഞാൻ പ്രയോറിറ്റി വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ തന്നെയാണ് പ്രയോറിറ്റി. ഹൈ, ഷൂട്ടിംഗ്. ഇതനുസരിച്ച് കളറൊക്കെ വരുന്നുണ്ട്. ഇറ്റ്സ് വെരി ഗ്രേറ്റ്ഫുൾ ആണ്. വളരെ നല്ല തോട്ടിലാണ്. ഇൻസൈറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. മേ ബി ഇവിടെ ന്യൂ എൻട്രി ചെയ്യുമ്പം എനിക്ക് ഈ പ്രോംപ്റ്റ് എപ്പോഴും ആൻസർ ചെയ്യണമെന്നില്ല. സംടൈംസ് ഐ ഡോണ്ട് ഹാവ് ടൈം. ജസ്റ്റ് ക്വിക്ക് ആയിട്ട് എന്തെങ്കിലും എൻട്രി ചെയ്യണം. അതിനൊരു ഓപ്ഷൻ വേണം. അപ്പൊ ഞാൻ ആ ഓപ്ഷൻ നമുക്ക് ചോദിക്കാം ലവബിളിനോട്. ഫോർ ജേർണൽ എൻട്രി, സംടൈംസ് ഐ ഷുഡ് ബി ഏബിൾ ടു എൻറ്റർ without any question, like a free writing. So ഇവിടെ ആന്ത്രോപിക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ജനറലി എപ്പോഴും വരാറില്ല, ഈ ഒരു വീക്കെൻഡിൽ വരുമ്പോഴാണ്. സാധാരണ എൻട്രി അടിച്ചാൽ മതി. സോ ആ ക്വസ്റ്റ്യൻ അവർ എടുത്തിട്ടുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത് നോക്കാം. I'll add a free writing mode to the journal entry component that allows you to write without being constrained on structured prompt. ഫ്രീ റൈറ്റിംഗിനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ ഇതില് എൻട്രി ചെയ്യുകയാണ്. ലെറ്റ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. പിന്നീട് ഈ ടോപ്പില് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ലിങ്കിൽ കാണാൻ പറ്റും. ഐ തിങ്ക് ഈ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അവിടെ നമുക്ക് ഈ കാര്യങ്ങൾ ഇതേപോലെ ചെയ്യാൻ പറ്റും. നമ്മൾ ടൈപ്പ് ചെയ്തതൊന്നും വന്നില്ല, ബിക്കോസ് ഡേറ്റാബേസ് സേവ് ചെയ്തിട്ടില്ല. നമുക്ക് അത് എന്താണ് ചേഞ്ച് ചെയ്യുന്നത്. ആഡ് ഫ്രീ റൈറ്റിംഗ്. I have added free writing mode. ഇവിടെ ഇവിടെ നമുക്ക് ഗൈഡഡ് പ്രോംപ്റ്റ്, ഫ്രീ റൈറ്റിംഗ്. അങ്ങനത്തെ ഓപ്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഇവിടെ ടൈപ്പ് ചെയ്തത് ഈ ഒരു ഇതിനകത്ത് കാണുന്നില്ല. നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തത് ഇവിടെ കാണുന്നുണ്ട്. സോ നമുക്ക് അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കാം.
ഈ ഒരു ഓപ്ഷനിൽ ചാറ്റില് എനിക്കിപ്പോ ഒന്നും എഡിറ്റ് ചെയ്യണ്ട, എനിക്കതൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. സോ ഐ വിൽ ആസ്ക് വേർ ഡേറ്റ ഗെറ്റിംഗ് സേവ്ഡ്. ചാറ്റ് ആണ്, അതുകൊണ്ട് ഇവര് കോഡിലൊന്നും എഡിറ്റ് ചെയ്യില്ല. കോഡ് വായിച്ചിട്ട് ആൻസർ പറഞ്ഞു തരുന്നു. ബേസ്ഡ് ഓൺ ദ കോഡ് ഐ ക്യാൻ സി ലോക്കൽ സ്റ്റോറേജിലാണ് സേവ് ചെയ്യുന്നത്. ലോക്കൽ സ്റ്റോറേജ് എന്ന് വെച്ചാൽ എന്റെ ബ്രൗസറിൽ തന്നെയാണ്, പർട്ടിക്കുലർ ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്, ബ്രൗസറിൽ തന്നെയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ. നോട്ട് സിങ്ക്ഡ്. ഓക്കെ, അതർ ഡിവൈസ് അതർ ബ്രൗസറിൽ അത് കാണാൻ പറ്റില്ല, ഈവൻ അതർ സെക്ഷനിലും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതാ പറഞ്ഞ് നോട്ട് സിങ്ക്ഡ് ആണ്. ലിമിറ്റഡ് സ്റ്റോറേജ് ആണ്, 5 to 10 MB എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ. ഫോർ എ പ്രൊഡക്ഷൻ ആപ്പ് യു വുഡ് ടിപ്പിക്കലി വാണ്ട് എ ഡേറ്റാബേസ്. സോ ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർബേസ് അല്ലെങ്കിൽ വേറെ പല ആപ്പുകളുണ്ട്, ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന സൂപ്പർബേസ് ആണ്. ബിക്കോസ് ഈ ഓൺലൈൻ വൈറ്റ് കോഡിങ്ങിനെ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും, അതാണ് മെയിൻ കാര്യം. സോ സൂപ്പർബേസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസർ അക്കൗണ്ട് ഓതന്റിക്കേഷൻ ചെയ്യിക്കാം, ക്ലൗഡ് സ്റ്റോറേജ് ആഡ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ അവർ പറയുന്നത് ഇപ്പൊ ലോക്കൽ സ്റ്റോറേജ് സേവ് ചെയ്യുക, റിയൽ ആപ്പ് വരുമ്പോഴത്തേക്കും ഡേറ്റാബേസിലേക്ക് പോകാനാണ് അവർ പറയുന്നത്. ഇതിനകത്ത് ചെറിയൊരു എഡിറ്റ്, ഈ ഒരു ഓപ്ഷൻ നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഞാൻ ഫ്രീ റൈറ്റിംഗ് സെലക്ട് ചെയ്ത് എഡിറ്റ് ബട്ടൺ ഉണ്ട്. സെലക്ട് എഡിറ്റ് ഓർ ആസ്ക് ലവബിൾ ടു മോഡിഫൈ. ഫ്രീ റൈറ്റിംഗ് ബട്ടനെ പറ്റിയിട്ടാണ്. സോ എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബട്ടൺ സെലക്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം എഡിറ്റ് ഓപ്ഷനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പെന്നിന്റെ സിംബൽ കൊടുക്കാം, പാഡിങ് ചെയ്യണമെങ്കിൽ പാഡ് ചെയ്യാൻ, കളർ മാറ്റാം, പാഡ് സ്പേസ് കൂട്ടാം, അതുപോലെ ഫോൺ സൈസ് മാറ്റണമെങ്കിൽ മാറ്റാം, ലാർജിങ് ആക്കാം, സ്മോൾ ആക്കാം, ബോർഡർ റേഡിയസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡിഫോൾട്ട്, മീഡിയം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എനിക്ക് ഏത് കാര്യത്തിന് വേണമെങ്കിലും സേവ് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ പറ്റും, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഫ്രീ റൈറ്റിങ്ങിന് വേറെ ഞാൻ എഴുതിയിരിക്കുന്നത് റൈറ്റ് യുവർ തോട്ട്സ്, എന്നിട്ട് ഞാനത് അവസാനം സേവ് ചെയ്തു. സോ അങ്ങനെയാണ് ഈ എഡിറ്റ് ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത്. സോ എഡിറ്റ് സെപ്പറേറ്റ്ലി ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിനെ സെക്കൻഡ് ലെവലിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ സൂപ്പർബേസ് ആയിട്ട് കണക്ട് ചെയ്യണം. വെറുതെ ചോദിക്കാം, ഹൗ ടു കണക്ട് വിത്ത് ഡേറ്റാബേസ്. സോ ദ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ട് കാണുമല്ലോ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനോട് ചോദിക്കുക, അത് പറഞ്ഞു തരും, എന്നിട്ട് അത് നമുക്ക് ഓൺ ദ ഗോയിൽ ചെയ്യാം. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റാബേസ് കണക്ട് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ഓൺ ദ ഗ്രീൻ സൂപ്പർബേസ് ബട്ടൺ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണക്ട് ടു ദ സൂപ്പർബേസ്. അങ്ങനെയാണ് അവർക്ക് കണക്ഷൻ ഉണ്ടാകുന്നത്. ഇതൊരു തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻ ആണ്, അതുകൊണ്ട് അവർക്ക് അവിടുന്ന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടുന്ന് കണക്ട് ചെയ്ത് എന്റെ ഇമെയിൽ ID ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ആക്കണം. അങ്ങനെ ആകുമ്പോഴാണെങ്കിൽ ഇതെനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും സൂപ്പർബേസ് ആയിട്ട്. ഞാൻ എന്റെ ഗിറ്റ് ഹബിൽ വെച്ച് ഇങ്ങനെ സൈൻ ഇൻ ചെയ്യാം. ന്യൂ ഓർഗനൈസേഷൻ, ഞാനാണെങ്കിൽ ജേർണൽ ആപ്പ് പേഴ്സണൽ ഫ്രീ വേർഷൻ ആണ്. ഞാനൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എബിൻ ഷാസ് പ്രോജക്ട്, ക്രിയേറ്റ് ന്യൂ പ്രോജക്ട്, ജനറേറ്റ് പാസ്വേഡ്. ഓക്കെ, മേ ബി ഇനി പോയി സൂപ്പർബേസിൽ ക്ലിക്ക് ചെയ്താൽ കണക്ട് സൂപ്പർബേസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ജേർണൽ എന്നുള്ള ഇതിൽ വന്നിട്ടുണ്ട്. ഓതറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കണക്ട്, സൂപ്പർബേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർബേസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ക്രിയേറ്റ് ഡേറ്റാബേസ് ടേബിൾസ് ഇൻ സൂപ്പർബേസ് എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ, അപ്പൊ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സൂപ്പർബേസിൽ എന്തോ പ്രശ്നമുണ്ട്, ഫുള്ളി കണക്ട് ആയില്ല. സോ ലെറ്റ്സ് സീ എന്താണ് നടക്കുന്നത്. ഓക്കെ, ഇവിടെ നോട്ട് കണക്റ്റഡ് എന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റുമായിട്ട് ഞാൻ കണക്ട് ചെയ്തില്ല. ഐ ആക്ച്വലി ഡോണ്ട് ഹാവ് പ്രോജക്റ്റ്. സോ ഞാൻ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആക്ച്വലി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, എവിൻഷാ പ്രോജക്റ്റ് ആയിരുന്നു തോന്നുന്നു. 1 സെക്കൻഡ്, ഞാനത് ക്ലോസ് ചെയ്തിട്ട് കണക്ട് പ്രോജക്റ്റ് എടുത്തിട്ട് എവിൻഷാസ് പ്രോജക്റ്റിൽ കണക്ട് ചെയ്യാം. സോ വി ആർ കറന്റ് അണ്ടർ ഹെവി ലോഡ്, പ്ലീസ് ട്രൈ അഗൈൻ. ലൈക്ക് ഓക്കെ, അത് അവരുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല. മേ ബി കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സോ ഇതിങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്യുന്നതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ എൻട്രീസ് ഒക്കെ ഈ സൂപ്പർബേസിൽ ഇവിടെ വന്ന് സേവ് ചെയ്യും. ഇവിടെ നമുക്കാണെങ്കിൽ ടേബിൾ എഡിറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ ഡേറ്റ കാണാം. ബട്ട് വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. ലവബിൾ തന്നെ ഓക്കെ അടിച്ച് പോയാൽ മതി, അവരത് ക്രിയേറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് നിങ്ങൾ ലവബിൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇതൊന്നത് ചെയ്ത് നോക്കാം. സോ എഡിറ്റ് ഈസ് ഓൺ ഗോയിങ്, ലോഡ് ആയതുകൊണ്ടാണ് പ്രശ്നം. സോ ഈ പ്രശ്നം നമുക്ക് എപ്പോഴും വരണമെന്നില്ല പെയ്ഡ് വേർഷനിൽ ചെയ്യുമ്പോൾ. ഇത് ഫ്രീ ആയതുകൊണ്ടാണ്. ഫ്രീ മീൻസ് ഇന്നത്തെ ഫ്രീ. നോർമലി ഉള്ള പെയ്ഡ് വേർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം വരണമെന്നില്ല. പക്ഷെ ഓരോരുത്തരും അവര് ക്രെഡിറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കും.
ഇപ്പൊ തൽക്കാലം ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് വന്നൊന്ന് സെറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ അതേപോലെ തന്നെ നമ്മളിത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കണക്ട് സൂപ്പർവൈസ് നിങ്ങൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇത് സൂപ്പർവൈസ് കണക്ഷൻ ആണ്. ഇത് സെയിം വേ നമുക്ക് ഗിറ്റ്ഹബിലോട്ടും കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ഓവർവ്യൂ. ഇനി ഇവിടെ നമ്മൾ പബ്ലിഷ് ബട്ടൺ ഉണ്ട്, പബ്ലിഷ് യുവർ പ്രോജക്റ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഒരു അഡ്രസ്സിൽ മൊമെന്റ് ഇൻ ടൈം കീപ്പർ ലവ് ഈ ഒരു അഡ്രസ്സിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ആപ്പ് പബ്ലിഷ് ചെയ്യും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ആപ്പ് എന്ന് പറയുന്നത് ഓൺലൈനിൽ പബ്ലിഷ് ആയി എന്നുള്ളത് പറയുമ്പോഴത്തേക്കും ഒരാളെ കാണിക്കണമെങ്കിൽ നമുക്ക് വെബ് അഡ്രസ് കൊടുത്താൽ മതി. അത് മാത്രമല്ല കസ്റ്റം ഡൊമൈനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സി, ഞാൻ ഈ ലിങ്ക് താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രഷ് ആയിട്ടൊരു ഇതിൽ പോയി ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീ ദ മാജിക്. ഈ ആപ്പ് ഇപ്പോൾ അവരുടെ നിങ്ങൾക്കും അത് ചെക്ക് ചെയ്യാം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സൂപ്പർവൈസ് കണക്ട് ചെയ്തതിനു ശേഷമാണെങ്കിൽ ഡേറ്റാബേസ് ആഡ് ചെയ്യണം, പിന്നെ യൂസേഴ്സ് ആഡ് ചെയ്യണം, യൂസർ ഇന്റർഫേസ് ലോഗിൻ ലോഗൌട്ട് ഫെസിലിറ്റി ആഡ് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇനിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാനാണെങ്കിൽ ശരിക്കും ഒരു കോഴ്സ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോയി ബാക്കി ഇതൊക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ പെയ്ഡ് വെർഷനിൽ തന്നെ കാണിച്ചു തരാം ഈ സാധനങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.